ഗൈസ്, അപ്പോൾ ഇന്നൊരു ഹാർഡ്വെയർ ന്യൂസ് വീഡിയോ ആണ്. അപ്പോൾ പി സി കണ്ടന്റും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഒക്കെ അതിൻ്റെ ന്യൂസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളൊരു പി സി ഗെയിമറാണ്, അല്ലെങ്കിൽ ഒരു പി സി ഹാർഡ്വെയർ ടെക് എന്തൂസിയാസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒക്കെ ഇതൊക്കെ പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് RTX 4090 പിന്നെയും തീ പിടിക്കാറുണ്ട് ഇടക്കിടക്ക്. അതായത് ഹൈ ലെവൽ NVIDIA കാർഡുകൾ DLSS 4.5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം ആർക്കാണെന്നതിൻ്റെ ഹെൽപ്ഫുൾനെസ് യൂസ്ഫുൾ എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ അറിഞ്ഞിരിക്കേണ്ട അപ്പോൾ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ Ryzen 9850X3 ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗെയിമിംഗ് CPU റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയാം. പിന്നെ നമ്മളുടെ ആസ്റോക്കിൻ്റെ കുറച്ച് മദർ ബോർഡുകൾ പിന്നെയും പുതിയ കുറച്ച് CPU-കളൊക്കെ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും സംസാരിക്കാം. പിന്നെ നമ്മൾക്ക് പറയാനായിട്ടുള്ളത് വിൻഡോസിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് വിൻഡോസ് 11 ആണോ 10 ആണോ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ കൂടുതൽ FPS പുഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ RTX 4090. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും 4090 കാർഡുകൾ അല്ലെങ്കിൽ 50 ഹൈ എൻഡിൽ പവർഫുൾ ആയിട്ടുള്ള കാർഡുകളൊക്കെ ചില കേസിൽ ഇതിൻ്റെ കണക്ടർ ഉരുകിപ്പോണ്, തീ പിടിക്കണ്, ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്ട്രീമർ ഈ സംഭവം, അതായത് സ്ട്രീമിങ്ങിൻ്റെ ഇടയിൽ നമ്മളുടെ 600 വോൾട്ട് ആ ഒരു കേബിൾ ഡയറക്റ്റ് തീ പിടിക്കുകയും പുക വരെയും ചെയ്തിട്ട് സ്ട്രീമിനോട് വെക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്താണ് ഈ ഒരു ഹൈ ലെവൽ കാർഡിൻ്റെ ഈ ഒരു സംഭവിക്കണമെന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട, ഉടനെ തന്നെ സിസ്റ്റം ഓഫ് ചെയ്ത് വെക്കുക, ഉടനെ തന്നെ വലിച്ച് ആ സാധനം പുറത്തേക്ക് എടുക്കുക, നോക്കുക ഈസി ആയിട്ട് പോരുന്നുണ്ട്. നല്ല ചൂടായിരിക്കാം. അപ്പോൾ കേബിളിൽ നിന്ന് മറ്റെല്ലാ സാധനങ്ങളൊക്കെ കൂടിയിട്ടിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഇത് വീഡിയോ പൊളിയാണ്. വീഡിയോ അപ്പോൾ ഒരു ഹൈ ലെവൽ കാർഡാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പവർ സപ്ലൈയുടെ ഒറിജിനൽ കേബിൾ മാത്രം യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണമെന്നുണ്ട് എസ്തെറ്റിക്സിന് വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ നോക്കിയിട്ട് സാധനം മേടിക്കുക. എന്നിട്ട് ഈ എക്സ്റ്റൻഷനിൽ ഒറിജിനൽ PSU കേബിൾ കണക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആ കേബിൾ ഇരിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ കേസിൽ നല്ല എവിടെയെങ്കിലും ഒരു കോൺസെൻട്രേഷനിൽ കട്ടിക്കൊക്കെ ഇരുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീസണും കാരണവും കൊണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇഷ്യൂ സംഭവിക്കാം. അപ്പോൾ ഇതൊരു നിങ്ങളുടെ RTX 4090 5080 കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ NVIDIA DLSS 4.5ഉം 4ഉം അപ്പോൾ ഈ ഇടക്കാണ് റിലീസായത്. അപ്പോൾ സംഭവം അടിപൊളി ടെക്കാണ്. എൻ്റെ RTXൻ്റെ 5060 Ti 16GB കാർഡാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ AMD യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഇപ്പോഴത്തെ NVIDIA യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ NVIDIAയുടെ AI ടെക്നോളജി കോമ്പറ്റീഷൻ ഇല്ല. രണ്ടാമത് വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റൽ തന്നെയാണ്. ഇൻ്റലിൻ്റെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു അപ്സ്കെയിലറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നിങ്ങളുടെ ഒരു NVIDIA RTX കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ RTX എന്ന് പേരുള്ള 20 സീരീസ് തൊട്ടിട്ട് ഇപ്പോൾ ഉള്ള കാർഡ് വരെ എല്ലാ കാർഡിലും ഈ 4.5 ടെക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഏറ്റവും പുതിയ ടെക്കിൽ മൾട്ടി ഫ്രെയിം ജനറേഷൻ, അതായത് 6 ടൈംസ് വരെ ഫ്രെയിം ജനറേഷൻ, അതായത് ഒരു ഫ്രെയിം ഒരു ഒറിജിനൽ ഫ്രെയിം വെച്ചുകൊണ്ട് 5 ഫേക്ക് ഫ്രെയിം അവർ തന്നുകൊണ്ട് അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് നല്ല FPS ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സംഭവം അടിപൊളി ടെക്കാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്ക്. ചില ആൾക്കാർ ഇതിൽ വളരെ ടെക്കിനെ നോക്കിയിരിക്കുന്ന ആൾക്കാർ കൊണ്ട് സ്പോട്ടിൽ ആ ഒരു ഇത് മനസ്സിലാവും. പക്ഷേ ഒരു ആവറേജ് ഗെയിമറാണ് എന്നെ പോലുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്സ്കെയിലിംഗ് ഇപ്പോൾ NVIDIAയുടെ ക്വാളിറ്റി ലെവൽ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അതായത് ഗ്രാഫിക് കാർഡിൻ്റെ ലോഡും കുറയും, ഇമേജ് ക്വാളിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. നോക്കേണ്ട സ്ഥലത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കും, പക്ഷേ വലിയ കാര്യമില്ല, നല്ലൊരു ടെക്കാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അത്യാവശ്യം VRAM പിടിക്കും. അതായത് നിങ്ങൾ ഒരു RTX 20 സീരീസ് കാർഡ് 2060 സൂപ്പറോ 2070 അല്ലെങ്കിൽ 3060 Ti ഒക്കെ ആകെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിൽ 8GB VRAM ഉള്ളൂ. അപ്പോൾ ഈ സംഭവം ഗെയിമിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. VRAM അത്യാവശ്യം വലിക്കും. 8GB കാർഡിൽ വലിയ യൂസ് ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നമ്മുടെ പഴയ NVIDIA DLSSും പ്രോപ്പറാണ്. അപ്പോൾ ഈ പറഞ്ഞ 8GB VRAM ഉള്ള കാർഡ് അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1080pയിലാണ്. അപ്പോൾ 1080pയിൽ അപ്സ്കെയിലിംഗും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ വലിയ രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ റെക്കമെൻഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സ്കെയിലിംഗ് യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ NVIDIA DLSSൽ പ്രീസെറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതായത് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് 2 പ്രീസെറ്റ് ആയിരിക്കും എപ്പോഴും വരുന്നത്. ഏറ്റവും പുതിയതിൽ ഏറ്റവും ലേറ്റസ്റ്റ് കിടക്കുന്നത് ഇമേജ് ക്വാളിറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും അതിൻ്റെ തൊട്ട് മേലേക്ക് കിടക്കുന്നത് നമ്മളുടെ ഈ പെർഫോമൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ DLSS 4.5 ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതായത് ഒരുപാട് ചിലപ്പോൾ ചില ഗെയിംസിൽ നിങ്ങളുടെ നേറ്റീവ് FPSനേക്കാളും കുറവായിരിക്കും ക്വാളിറ്റി അപ്സ്കെയിലിംഗിൽ FPS വരുന്നത്. പക്ഷേ ഇമേജ് ക്വാളിറ്റി ഒരു രക്ഷയില്ല, കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി തരും സംഭവം. ഈ എന്ന് പറയുന്ന സംഭവം നല്ല ക്വാളിറ്റിയും അതിൻ്റെ പൊക്കത്തുള്ള എന്ന് പറയുന്ന സംഭവം പെർഫോമൻസ് ലെവലുള്ള
ഒരു അപ്സ്കെയിലിംഗ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. നല്ല രീതിയിലുള്ള FPS കൂടുകയും ചെയ്യും. അത് വേറൊരു രീതിയിലുള്ള AI കാൽക്കുലേഷൻ ആണ്. അപ്പോൾ എല്ലും എമ്മും ആ ഒരു സംഭവം ഓർത്തിരിക്കുക. സംഭവം അടിപൊളി ടെക്കാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നത്, നിങ്ങൾ ഒരു അഗ്രഗണ്യനെ പോലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ മനസ്സിലാക്കും. പക്ഷെ അല്ലാന്നാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഗ്രാഫിക് കാർഡ് അത്യാവശ്യം റൺ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ഒന്നും ക്വാളിറ്റിയിലുള്ള അപ്സ്കെയിലിംഗ് ഇട്ട് കളിച്ച് നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം എതിരായിരുന്നു അപ്സ്കെയിലിങ്ങിനൊക്കെ, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും നൈസ് ടെക്കാണ്. പിന്നെ കറണ്ട് വലിക്കണതും കുറച്ച് കുറയും, ഗ്രാഫിക് കാർഡ് ചൂടാവൂല. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് ലോഞ്ചിവിറ്റി. ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 9850X3D റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇറക്കിയെന്ന് എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മെച്ചം ഇല്ല. നമ്മുടെ 9800X3D ഇറങ്ങിയപ്പോഴും നമ്മുടെ 7800X3D കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു X3D അടിപൊളി ചിപ്പാണ്. അവരെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്തും എനിക്ക് തോന്നുന്നു വലിയ പെർഫോമൻസ് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ടെക്സ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ രീതിയിലും സംഭവം ഇവനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വായിച്ച് എല്ലാം മനസ്സിലാക്കണം സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. അതായത് 14 ഗെയിം അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് 5090 വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ CPU ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലോസ്റ്റ് റെസൊല്യൂഷൻ 1080pയിലാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നാലേ CPUക്ക് സ്ട്രെസ് വരുള്ളൂ, നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളുടെ മീഡിയം സെറ്റിംഗ്സിൽ 9850X3D ഇപ്പോഴത്തെ ഫാസ്റ്റസ്റ്റ് CPU നമ്മളുടെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയാണ് 7800X3D ചിപ്പിനേക്കാളും എന്താ പറയുക 233 FPS ആണ് 7800X3Dക്ക് കിട്ടണത്. നമ്മളുടെ 9850X3D ഇപ്പം ഇറങ്ങിയത് 268. അപ്പോൾ 263 എന്ന് ആലോചിക്കാൻ നേരത്ത് അത് നല്ലൊരു ഇത് തന്നെയാണ്, എന്താ പറയുക വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഗെയിമിങ്ങിനാണ് നിങ്ങൾ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ 233 FPSും 268 FPSും നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലാണെന്നുണ്ടെങ്കിൽ, അത് ഈ സ്പോർട്സ് ഓരോ FPSും നിങ്ങൾ നോക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. 1080p അൾട്രയിലേക്ക് വരുമ്പോഴേക്കും ആ ഗ്യാപ്പ് ഒന്നും കൂടി കുറയണുണ്ട്. അപ്പോൾ ഇനി ഡയറക്റ്റ് കമ്പാരിസൺ, അതായത് 9850X3യും 9800X3യും വെച്ച് കമ്പയർ ചെയ്യുന്നത് 1080p മീഡിയം ലെവലിലെ ഗെയിം സെറ്റിംഗ്സിൽ വെറും 4% FPSന്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതിനും പ്രൈസും വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ നിങ്ങളിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സാധനമൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാണണ്ട, എൻ്റെ വീഡിയോ പോലും കാണേണ്ട ആവശ്യമില്ല. നേരെ പോയിട്ട് എവിടെയെങ്കിലും വിളിച്ച് പറയാൻ അവർ റെഡിയാക്കി വെക്കുമ്പോൾ PC പോയി എടുത്തുകൊണ്ട് വരും. ഇതായിരിക്കും അവസ്ഥ. ഇനിയിപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ 9850X3യും നമ്മുടെ 7800X3യും കുറച്ചാൾ മുമ്പ് ഇറങ്ങിയ X3D ചിപ്പ് വെച്ച് നോക്കാൻ നേരത്ത് 14% ഫാസ്റ്ററാണ് 1080p മീഡിയത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഇതിൽ തന്നെ നോക്കാൻ നേരത്തും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റീവ് ലെവൽ ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 14% നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ സിസ്റ്റം പണിതപ്പോഴേക്കും ഞാൻ ആസ്റോക്കിൻ്റെ ഒരു മദർ ബോർഡ് വെച്ചിട്ടാണ് പണിതത്. അത് ആസ്റോക്കിൻ്റെ വന്നുണ്ട് മദർ ബോർഡിന് CPU കൊല്ലണം. അപ്പോൾ പക്ഷേ ഇത് ആസ്റോക്കിൻ്റെ പ്രോ സീരീസിൽ വരുന്ന B സീരീസിലെ 650 മോഡലായിരുന്നു. അപ്പോൾ അവൻ അത്യാവശ്യം നല്ല VRM നല്ല ക്വാളിറ്റി ഉള്ള VRM ആണ്. ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നല്ല VRM ഉള്ള ഇതായതുകൊണ്ട് എൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ 7800X3Dയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. അത് മതി എൻ്റെ അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള യൂസിന്. ഇപ്പോൾ ഉള്ളത് 7500F എന്ന് പറഞ്ഞ CPU ആണ്. അപ്പോൾ AM4ഉം AM5 വെച്ച് നോക്കാൻ നേരത്തെ ഒരു ബഡ്ജറ്റ് 70 അന്നത്തെ കാലത്ത് ഇതെല്ലാം മാറി. ഈ പറഞ്ഞ പോലെ ഈ ഒരു ബഡ്ജറ്റ് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള AM4 ബിൽഡും നല്ല ക്വാളിറ്റിയുള്ള പവർ സപ്ലൈയും മദർ ബോർഡും വെച്ചിട്ടാണ് ഞാനിത് പണിതത്. അതായത് അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് CPU മാറ്റുക, പുതിയത് ഇടുക, GPU മാറ്റുക, പുതിയത് ഇടുക, ആ ഒരു രീതിയിൽ. അപ്പോൾ വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം അന്ന് അങ്ങനെ ചെയ്തത് നന്നായി. 32GB RAM ഒക്കെ ഇരിപ്പുണ്ട്, വൈറ്റ് തന്നെ. അപ്പോൾ ആർക്കാണ് ഈ 9850X3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ഗെയിമിങ്ങിൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ കേട്ടോ. ബാക്കി പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും സമയം ലാഭിക്കണമെന്നുണ്ടെങ്കിലും പ്രോസസ്സും കാര്യങ്ങളും അത് വലിയ എൻ്റെ അറിവുള്ള ടോപ്പിക്കല്ല. പക്ഷേ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ യൂസ് ഇല്ല. നിങ്ങൾക്കൊരു 7800X3D മേടിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. ഇപ്പോൾ 7800X3D മേടിക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ ഒരു 7700X മേടിച്ചാൽ പോലും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പവർഫുൾ CPU തന്നെയാണ് 7700X എന്ന് പറയുന്നതൊക്കെ. അത് മതി. പുതിയ സംഭവത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി ആസ്റോക്ക് കുറച്ച് നാൾ മുമ്പായിട്ട് നമ്മളുടെ പുതിയ സീരീസ് ഇറങ്ങില്ല, B850 സീരീസൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ X3D CPUനെ കൊന്നുകൊണ്ടിരിക്കുന്ന കുറേ പരിപാടികളുണ്ടായിരുന്നു. കുറേ നാളായിട്ട് കുറേ പേരുടെ CPU അടിച്ചുപോയി. അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ X3D CPU ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം 9600X എന്ന് പറയുന്ന ഒരു CPU AM5 CPU ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി CPU ആണ്. അപ്പോൾ ആ CPUയുടെ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറേ പേർക്ക് DRAMൻ്റെ മറ്റേ മദർ ബോർഡിലെ ലൈറ്റ് കത്തുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള CPUയുടെ ഇത് ഡെഡ് ലൈറ്റ് കത്തുന്നു. പിന്നെ കുറേ ബയോസ് അപ്ഡേറ്റിലും കുറേ ഇഷ്യൂസ് ഉണ്ട്. ഏത് ബയോസിലാണ് ഈ പ്രശ്നം വരുന്നത്? കാരണം വ്യത്യസ്തപരമായിട്ടുള്ള ബയോസിൽ ഈ ഇഷ്യൂസ് വരുന്നുണ്ട്. അതിലൊരു പ്രാവശ്യം നമ്മളുടെ AMD അക്സെപ്റ്റ് ചെയ്തത് CPUൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് RMA പ്രൊസീജിയറിൽ അത് പാസ്സായി. RMA പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ അതിൻ്റെ ഫുൾ ഫോം, റിട്ടേൺ മാനുഫാക്ചർ. അത് ഞാൻ ഈ സമയത്ത് വീഡിയോയിൽ എഡിറ്റ് ചെയ്തിടാം. സംഭവം വേറൊന്നുമല്ല,
കമ്പനി മനസ്സിലാക്കി ഇത് നമ്മളുടെ മിസ്റ്റേക്കാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പുതിയ സാധനം അയച്ചു തരാം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരാം. അത് ഒരു പ്രാവശ്യമാണ് പാസ് ചെയ്ത്, ബാക്കി എല്ലാം പറയുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ CPU കുഴപ്പമൊന്നുമില്ല, മദർ ബോർഡിൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആസ്ട്രോക്കിൻ്റെ മദർ ബോർഡിന് ഇഷ്യൂസ് തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം വേറെ മദർ ബോർഡും ഇൻറ്റൻസീവായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസ് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പുതിയൊരു സിസ്റ്റം പണിയുകയാണെന്നുണ്ടെങ്കിൽ, പ്രീ ബിൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്ട്രോക്കിൻ്റെ ഒരു 6000 സീരീസിലുള്ള, അതായത് B650 ആ ഒരു സാധനങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 8ൽ തുടങ്ങണ, അതായത് B850 എന്ന് പറഞ്ഞ സംഭവത്തിലൊക്കെ തുടങ്ങുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് കാലത്തേക്ക് നിങ്ങൾ റിസ്ക് എടുത്തോട്ടെ, പറയാൻ പറ്റില്ല, പക്ഷേ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ കുറച്ച് ചാർട്ടുകളുണ്ട്, അതായത് ഇവർ റെഡിറ്റിൽ ഇങ്ങനത്തെ ഭ്രാന്തന്മാർ കുറേ ഉണ്ട്, ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് അവർക്ക് എന്തോ ആനന്ദം കിട്ടുന്നത്, അവരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റണം. അപ്പോൾ അതിൽ അവർ പറയണത് ഇപ്പോൾ 9600X 9700X കയറി വന്നുകൊണ്ടിരിക്കുന്നത്. X3D CPU ഇത് കുറഞ്ഞു. ഫസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നത് 9800X 3D ആണ്. അടുത്ത ഈ സെക്കൻഡും തേർഡ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് 9700X 9600X. അതായത് രണ്ടും പുതിയ CPUs ആണ്. CPU കുഴപ്പമൊന്നുമില്ല, പക്ഷേ മദർ ബോർഡിൻ്റെ ആസ്ട്രോക്കിൻ്റെ 8 സീരീസിൽ തുടങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത്. ഇനി നമ്മളുടെ വിൻഡോസ് 11 ആണോ വിൻഡോസ് 10 ആണോ ഗെയിമിങ്ങിന് ഫാസ്റ്റർ എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ്. അതായത് വിൻഡോസ് 10 വെച്ചിട്ട് വിൻഡോസ് 11 2025 പകുതി കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റിൽ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇതും നല്ല അടിപൊളി കമ്പാരിസൺ ആണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഗെയിമുകൾ വ്യത്യാസമുണ്ട്. ടെക്സ് മാറുന്നതനുസരിച്ച് ഗെയിമിൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, FPS വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് ഗെയിമർ ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തൊരു കോമ്പറ്റീറ്റീവ് ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു ഗ്രാഫിക്സ് നല്ല ഇതുള്ള ഗെയിമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൈബർ പങ്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. 9800X 5090 വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് 1080pയിൽ 4 FPS വിൻഡോസ് 11 ജയിച്ച്, 1440pയിൽ വീണ്ടും 3 FPS ജയിച്ച്, 4Kയിലും 2-3 FPS ജയിച്ച്. അപ്പോൾ ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഇതാണ് ഞാൻ കണ്ടേക്കുന്ന ഒരു ട്രെൻഡ് കേട്ടോ. ഈ കൗണ്ടർ സ്ട്രൈക്കിലും ഇതാണ് ജയിക്കുന്നത്, നമ്മളെ വിൻഡോസ് 11 തന്നെയാണ് ജയിക്കുന്നത്. കുറച്ച് ഗെയിംസ് എവിടെയോ ഞാൻ കണ്ടായിരുന്നു, അതായത് നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് നല്ല അടിപൊളി. ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല, എനിക്കത് കളിച്ചു തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു ഗെയിമാണ്. ഞാനിപ്പോൾ കിങ്ഡം കം ഡെലിവറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാതിരി അതായത് ഒരു മിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സ്കില്ലാന്നുണ്ടെങ്കിൽ അവിടെ പട്ടിനെ പോലെ തല്ലുകൊണ്ട് ചാവണം, വീണ്ടും പഴയ നാട്ടിലേക്കൊക്കെ തിരിച്ചു പോയിട്ട് അവിടെയുള്ള പണ്ടത്തെ കൂട്ടുകാരുടെ അടുത്തൊക്കെ വാള് വെച്ച് വെട്ടാൻ പഠിക്കണം, എന്നിട്ട് ഈ നാട്ടിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ പരിപാടിയിലേക്ക് ഇറങ്ങണം. അതായത് നിങ്ങളുടെ ഓരോ ആക്ഷനും എഫക്റ്റ് ചെയ്യുന്ന ഒരു തരം ഗെയിമാണ് ഈ കിങ്ഡം കം ഡെലിവറൻസ് 2. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് അത് തീർത്തിട്ട് വേണം എനിക്ക് അടുത്ത് തുടങ്ങാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ദ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ആ ഒരു ഗെയിം നിങ്ങൾ കളിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് FPS പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, വിൻഡോസ് 10 ഈ പറയുന്ന പോലെ എത്രയാണ് വിൻഡോസ് 10 2022 ആ ഒരു പകുതി വെച്ചിട്ടുള്ള അപ്ഡേറ്റിൽ വെച്ചിട്ട് 1080p വെരി ഹൈ സെറ്റിംഗ്സിൽ വെച്ച് നോക്കാൻ നേരത്ത് നമ്മളുടെ 203 FPS വിൻഡോസ് 11 ആ ഒരു FPS 192 കുറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും FPS ടാർഗറ്റ് വെച്ചിട്ട് ഗ്രാഫിക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും സംഭവം. പക്ഷേ 1440pയിലേക്ക് വരുമ്പോഴേക്കും പിന്നെ മാറും. അപ്പോൾ ഞാനൊരു 1080p ഗെയിമറാണ്, എനിക്ക് 1440p മോട്ടർ മേടിക്കണമെന്നുണ്ട്, ഓലുണ്ട്, പക്ഷേ പൈസ ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മേടിക്കാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതുവരെ ഞാൻ 1080p ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗെയിമൊക്കെ കളിക്കാൻ നേരത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് FPS പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വലിയ മെച്ചം ഇല്ല. അപ്പോൾ വിൻഡോസ് 11ഉം 10ഉം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഭൂരിഭാഗം ഗെയിംസും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് കൂടെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളിപ്പോഴും വിൻഡോസ് 10 കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു 14 ഗെയിമിൻ്റെ ഒരു ആവറേജ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ കളിക്കണ ഗെയിം ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് അതിൻ്റെ അകത്തൊന്ന് കുറച്ച് FPS കൂടുതൽ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിച്ചോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. ഈ 14 ഗെയിം ടെസ്റ്റ് ചെയ്ത് വെച്ച സമയത്ത് 1080pയിൽ 10ഉം 11ഉം വ്യത്യാസം നോക്കാൻ നേരത്ത് വിൻഡോസ് 11 ആണ്. സെയിം സംഭവങ്ങളാണ് പറയുന്നത്, സെയിം സിസ്റ്റം, ജസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ച് മാത്രം മാറ്റാൻ നേരത്ത് 1080pയിൽ നമ്മളുടെ വിൻഡോസ് 11 ആണ് ജയിക്കുന്നത്, 1440pയിലും വിൻഡോസ് 11 ആണ്, 4Kയിലും വിൻഡോസ് 11 ആണ് ജയിക്കുന്നത്. അപ്പോൾ പതുക്കെ ജസ്റ്റ് കുറച്ച് FPS നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിൻഡോസ് 10 വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഒന്നും കൂടി പറയുന്നു, നിങ്ങൾ ഒരു ഗെയിം മാത്രമേ കളിക്കുന്നുള്ളൂ, വേറെ ഒന്നും കളിക്കാറില്ല, അല്ലെങ്കിൽ സ്ട്രീമിംഗ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ യൂസ് കേസിന് അതിൽ തന്നെ നിൽക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വരാൻ വേണ്ടി പോകുന്ന എല്ലാ ഗെയിംസും കാര്യങ്ങളെല്ലാം വിൻഡോസ് 11 ഫോക്കസ് ചെയ്തുകൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഗെയിമിംഗ് മാത്രമല്ല, ബാക്കിയുള്ള കുറേ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമും കാര്യങ്ങളും അതും കൂടി ഒന്ന് നോക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കണ്ടന്റും പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പൈസക്ക് വേണ്ടി മാത്രമല്ല ചെയ്യാൻ പാടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം 30 വയസ്സ് ആകാൻ വേണ്ടി പോണി വർഷം. അപ്പോൾ നമ്മളുടെ കേരളത്തിലും അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ അറിയാം, നല്ല രീതിയിൽ ടെക്കിൻ്റെ AM4 മദർ ബോർഡിൻ്റെ PCI 8 ലൈനും 16 ലൈനും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് ഏതൊക്കെ GPU ആണ് ഈ ഒരു സംഭവം യൂട്ടിലൈസ് ചെയ്തിട്ട് 4
FPS കൂടുതൽ കിട്ടാം എന്നറിയാവുന്ന ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും വെച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോടും പറയാം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോടും പറയാം. അപ്പോൾ PC ഹാർഡ്വെയറിൻ്റെ വെച്ചിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് എനിക്കൊരു ആഗ്രഹം. പിന്നെ ഭാവിയിൽ എനിക്കൊരു വേറൊരു കാര്യം കൂടി ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ജർമ്മനിയിലാണ്, പക്ഷേ എന്നാൽ പോലും കേരളത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി, അതായത് PC യൂസ്ഡ് പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി എനിക്കും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തി PC ഗെയിമിങ്ങിനെ പരിപാടിയൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ. എൻ്റെ ചെറുപ്പകാലത്ത് ഗെയിം കളിക്കണവന്മാരൊക്കെ മറ്റേ അലവലാദികൾ മറ്റേ കഞ്ചാവിനേക്കാളും കഷ്ടം എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഇനിയെങ്കിലും അതൊക്കെ മാറി അന്നത്തെ കാലത്ത് ടെക്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഒക്കെ ഈ ബൂം വന്നപ്പോഴേക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് വിപ്ലവം ആ ഒരു രീതിയിൽ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വിചാരിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയിക്കുക നമുക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.